ഒരു ഗ്രാമം ഒന്നാകെ ഒലിച്ചു പോകുന്ന കാഴ്ചയാണത്. പ്രാദേശിക ഭരണകൂടം അവിടെ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്നു. SDRFിൻ്റെയും NDRFിൻ്റെയും ദൗത്യ സംഘം രക്ഷാദൗത്യത്തിനായി ആ മേഖലയിൽ ഇപ്പോൾ ഇടപെടുന്നു. വിനീത വിജി ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിനീത, എന്താണ് ഒടുവിലായി ലഭ്യമാകുന്ന വിവരങ്ങൾ? എത്ര പേർ അപകടത്തിൽപ്പെട്ടു എന്ന് പോലും പറയാൻ കഴിയാത്ത തരത്തിലുള്ള വലിയൊരു ദുരന്തമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ ഘട്ടത്തിലെ രക്ഷാദൗത്യത്തിൻ്റെ സ്വഭാവം ഏത് തരത്തിലാണ്? കൂടുതൽ സന്നാഹങ്ങൾ അവിടേക്ക് എത്തിച്ച് രക്ഷാദൗത്യം നടത്തേണ്ട സാഹചര്യമുണ്ട് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പുതിയ വിവരങ്ങൾ എന്താണ് വിനീത? തീർച്ചയായും ടി കെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ സന്നാഹങ്ങളടക്കം അവിടെ എത്തിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളെല്ലാം ഇതിനോടകം തന്നെ പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ വേഗം തന്നെ SDRFിന്റെയും NDRFിന്റെയും സംഘങ്ങൾ അവിടെ എത്തുകയും ഒപ്പം തന്നെ ഈ പ്രാദേശിക ജില്ലാ ഭരണകൂടത്തിന്റെയും മറ്റും നേതൃത്വത്തിൽ കൂടുതൽ ശക്തമായി തന്നെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഈ മേഖലയിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്ര പേരാണ് ഇതിൽ ഒലിച്ചു പോയിട്ടുള്ളത് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകൾ ഇനി വളരെ കൃത്യമായി തന്നെ പുറത്തുവരാനുണ്ട്. പക്ഷേ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. ആ അപകടത്തിന്റെ ആ ഭീകരത തന്നെയാണ് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ രക്ഷാപ്രവർത്തന സംഘം ഉത്തരകാശിയിലേക്ക് തിരിച്ചിട്ടുണ്ടെന്നൊരു വിവരം കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട്. ഏതാണ്ട് 60ഓളം ആളുകളെ ഉള്ളതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം. പക്ഷേ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരുപക്ഷെ അത് കൂടുതൽ പോകാനുള്ളൊരു സാധ്യത കൂടി ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഉത്തരകാശിയിലാണ് വലിയൊരു മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. നിരവധി പേർ ഒഴുക്കിൽപ്പെട്ടതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. 60ഓളം ആളുകളെ കാണാതായി എന്ന ഒരു വിവരമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഈ രക്ഷാപ്രവർത്തന സംഘം ഉത്തരകാശിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടെ ഇപ്പോൾ നിലവിൽ ഈ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ കൂടുതൽ ആളുകളെ അവിടെ എത്തിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം കൂടുതൽ ഏകോപിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ഈ മേഘവിസ്ഫോടനത്തിന്റെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. നിരവധി വീടുകൾ ഈ ഒഴുക്കിൽപ്പെട്ടതായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ വീടുകൾ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ അത് വളരെയധികം ഭീതിപ്പെടുത്തുന്നതും ആശങ്കപ്പെടുത്തുന്നതും കൂടി തന്നെയാണ്. ഈ ധരാലി ഗ്രാമത്തിലാണ് വലിയ ഒരു നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. വീടുകളും ഹോട്ടലുകളും അടക്കം നിരവധി കെട്ടിടങ്ങളാണ് ഈ മേഖലയിൽ ഒലിച്ചുപോയിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ആളുകളെ വളരെ വേഗം രക്ഷപ്പെടുത്തി മറ്റു മേഖലകളിലേക്ക് മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ ഒരു മേഖലയിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ ദിവസങ്ങളായൊക്കെ ആ മേഖലകളിൽ ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. മഴക്കെടുതികളൊക്കെ ഒരു വശത്ത് കൂടുതൽ ശക്തമായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഉത്തരകാശിയിൽ വലിയൊരു മേഘവിസ്ഫോടനം കൂടി ഉണ്ടായിരിക്കുന്നത്. ഗിർഗംഗ നദിയിൽ മിന്നൽ പ്രളയം ഉണ്ടായതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ നദീതീരങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾ ഇതിനോടകം തന്നെ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ മറ്റ് മേഖലകളിലേക്കുള്ള ആളുകൾക്കും സമാനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മേഖലകളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ടി കെ വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുണ്ടക്കൈ ചുരുൾമല ദുരന്തത്തെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ അത്രയും വലിയൊരു ദുരന്തമാണ്, അപകടമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഉത്തരകാശിയിൽ മേഘവിസ്ഫോടനം, നിരവധി വീടുകൾ ഒഴുകിപ്പോയിരിക്കുന്നു. വലിയ കെട്ടിടങ്ങൾ പോലും ആ മിന്നൽ പ്രളയത്തിൽ ഒഴുകിപ്പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഒരു ഭാഗത്തുണ്ടായിരുന്ന, അത് കുത്തിയൊലിച്ചെത്തുന്ന ഭാഗത്തുണ്ടായിരുന്ന എല്ലാ കെട്ടിടങ്ങളും അതുപോലെ എല്ലാ വ്യാപാര സമുച്ചയങ്ങളും വീടുകളും ഒക്കെ മണ്ണിനടിയിലാവുന്ന, വെള്ളത്തിനടിയിലാവുന്ന നിലയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. രക്ഷാദൗത്യം ഊർജിതമായി നടക്കുന്നുണ്ട്. പ്രാദേശിക ഭരണകൂടം അതിന് നേതൃത്വം നൽകുന്നുണ്ട്. പക്ഷേ കൂടുതൽ സംവിധാനങ്ങൾ ആ രക്ഷാദൗത്യത്തിനായി അവിടേക്ക് എത്തിക്കേണ്ടത് ഉറപ്പായും ഉണ്ടാകും. ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി ആ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. നേരത്തെയുമൊക്കെ ആ മേഖലയിലൊക്കെ കനത്ത മഴ തുടരുന്നുണ്ടെങ്കിലും അപ്രതീക്ഷിതമായാണ് ഇങ്ങനെ വലിയൊരു ദുരന്തം ആ ധരാലി ഗ്രാമത്തെ വിഴുങ്ങിയിരിക്കുന്നത്. എത്ര പേർ അപകടത്തിൽപ്പെട്ടു എന്നത് സംബന്ധിച്ചൊന്നും ഒരു കണക്കും ഇപ്പോഴും ലഭ്യമല്ല. പ്രാഥമികമായി ഉള്ള വിവരശേഖരണം ഇപ്പോൾ നടക്കുന്നു. അതിൽ 60-ലധികം പേരെ കാണാനില്ല എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഒരുപാട് പേർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് കരുതുന്നത്. അങ്ങനെ അത്രയും ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ നിന്ന് പുറത്തു വരുന്നത്. കനത്ത മഴ ആ മേഖലയിലുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ദുരന്തം പ്രതീക്ഷിച്ചതല്ല. എല്ലാ സംവിധാനങ്ങളും, രക്ഷാദൗത്യത്തിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ആ മേഖലയിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. SDRFിൻ്റെ നേതൃത്വത്തിൽ, NDRFിൻ്റെ നേതൃത്വത്തിൽ ഇതിനോടകം ഒരു സംഘം രക്ഷാദൗത്യത്തിനായി തിരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ വിനീത വിജി പങ്കുവച്ചത്.